നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന സ്ഥലത്തുള്ള മുള്ളറംകോട് കോടാലിക്കുന്ന് കൊച്ചുകടുങ്ങല്ലൂർ അമ്മ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടെ ഉള്ള ഒരു വിഷയം. അതായത് ഇവിടെ വയൽ നികത്തി നിങ്ങൾ വീട് വെച്ചു എന്നൊക്കെ ഒരു പല പല ആളുകളും ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ വസ്തു നിങ്ങൾ വയൽ നികത്തിയാണോ വീട് വയ്ക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നിർമ്മാണം മറ്റു കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് സംഭവം? വയൽ നികത്തിയെന്ന് വീട് വെച്ചെന്ന് പറയുന്നത് കള്ളമാണ്. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് തന്നെ വീട് ഇതിൽ നിലനിൽപ്പുണ്ട്. അതിൻ്റെ തെളിവ് ഇത് കാണിച്ചു തരാം. വീടോടുകൂടിയാണ് ഈ വസ്തു വാങ്ങുന്നത്. ഈ വസ്തു തന്നത് ആരാണ്? അതിന്റെ തന്നത് ഇതിൽ കിടപ്പുണ്ട്. 3 വ്യക്തികളാണ് തന്നത്. സിന്ധു, രാധാകൃഷ്ണൻ, സതീശൻ, ഇവരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമയായിരുന്നത് അല്ലേ? അവരിൽ നിന്നാണോ നിങ്ങൾ ഈ വസ്തു വാങ്ങുന്നത്? ഏത് വർഷമാണ് ഈ വസ്തു വാങ്ങുന്നത്? 2014. ഏകദേശം 9 വർഷത്തോളമായി. 3 മാസം കൂടെ ഉള്ളു. അപ്പൊ അന്ന് കെട്ടിട നമ്പറുകൾ ഇത് അടക്കണം. ഇതിൽ കിടന്ന കെട്ടിടങ്ങളും അതിന്റെ നമ്പറുകളും. പക്ഷേ കെട്ടിട നമ്പർ അവിടെ പഞ്ചായത്തിൽ ഇല്ലെന്നാണല്ലോ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പഞ്ചായത്ത് അധികൃതർ പറയുന്ന അതാണ്. 9 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഒറ്റൂർ വില്ലേജ് ഞങ്ങള് ഈ വീട്ടു നമ്പർ ഇടാനായിട്ട് ഞങ്ങളെ പിന്നെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് ആധാർ, റേഷൻ കാർഡ് ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഒറ്റൂർ പഞ്ചായത്തിലോട്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇങ്ങനൊരു കെട്ടിട നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ മുൻപ് ഉണ്ടായിരുന്ന കെട്ടിട നമ്പർ ഇപ്പൊ അപ്രത്യക്ഷമായെന്നാണ് പറയുന്നത്. അത് എന്താണ്? അത് കള്ള നമ്പറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ തരാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ അന്ന് തൊട്ട് ഈ നിമിഷം വരെയും പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുശേഷം നിങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തോ? പരാതി കൊടുത്തു. ഞങ്ങള് ഈ വീട്ടു നമ്പറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഗ്രൂപ്പുകളിലും അതുപോലെ വാട്സപ്പുകളിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണല്ലോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ സംഭവം അറിയാൻ വേണ്ടിയാണ്. യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത്, വീട്ടിന്റെ അയൽവക്കത്ത് ഒരു വിമൽ എന്ന് പറയുന്ന വ്യക്തിയും വിമലിന്റെ മാമൻ ബാബു എന്ന് പറയുന്നവർ തമ്മിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കേസാണ്. അതിന് വിമലനോടൊപ്പം കുടിച്ച് കൂത്താടി നടക്കുന്ന ആ മീഡിയക്കാരനെ കൊണ്ടുവന്നാണ് ഞങ്ങളെ വീട്ടിലില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ദേവാലയം, ഇത് കൊടുങ്ങല്ലൂർ അമ്മയല്ല ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളെ കുറമൂളികൾ എന്ന് പറയുന്ന സംഘത്തിലെ ചത്തവരെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് കൊടുങ്ങല്ലൂർ അമ്മ ആവുന്ന എങ്ങനെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിലാണ് കൊടുങ്ങല്ലൂർ അമ്മേനെ തന്നെ പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു കുടുംബ ക്ഷേത്രമാണ് അല്ലേ? നേരത്തെ ഇതൊരു ആൾത്തറയായിരുന്നു. അതിനുശേഷം പിന്നെ നിങ്ങൾ വിപുലീകരിച്ചാണ് ഒരു ചെറിയ 2 തൂണൊക്കെ വെച്ച് വലിയൊരു ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടതല്ലേ? ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് കാവുണ്ടായിരുന്നു. ആ കാവിൽ നിന്ന് ആണ് അതിന്റെ ഒരു ഇതാണ് ഞങ്ങൾക്ക് ഈ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ അത് കാവായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രം ഞങ്ങൾക്ക്. അപ്പൊ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ആർക്കാണ് ഇവിടെ കിട്ടുന്നത്? സുധ എന്ന് പറയുന്ന ആരാ? നിങ്ങളാണല്ലേ? ഞാനാണ് ക്ഷേത്രത്തിലെ അധികാരി. അപ്പോ നിങ്ങളെ കാണുവാനും ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉള്ളത് കൊണ്ട് പല പല വ്യക്തികളും ദൂരെന്നും പല മേഖലയിൽ നിന്നും ഒക്കെ ആള് വരുന്നത് ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? അത് വിമൽ എന്ന് പറയുന്ന വ്യക്തിയാണ് വിഷയമുണ്ട്. അത് വിമലിനും ബാബുനും ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും ജനങ്ങൾ ഈ 3-4 കൊല്ലം കൊണ്ട് ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് ഇത്. 3-4 കൊല്ലം കൊണ്ട് ഇവിടെ ഉത്സവം നടത്തിയാണ് നല്ല രീതിയിൽ. അപ്പോഴൊന്നും ഒരു വിഷയമില്ലല്ലേ? അപ്പൊ ഈ 9ാമത്തെ വർഷമായ ഇപ്പോഴാണ് പ്രശ്നം. അതിന്റെ തെളിവുണ്ട്. ഇത് കണ്ട ഇത്രയും ജനങ്ങൾ വരി തരുന്നതിന്റെ ഇതാണ്. ഇത്രയും ജനങ്ങള് സംഭാവന നൽകിയതാണല്ലേ? പരിപാടി നടത്തിയ തെളിവ് കണ്ട ഇത്. ക്ഷേത്ര പരിപാടികൾ നടത്തി അന്നദാനങ്ങളും മറ്റുള്ള 2 ചാക്ക് അരിയോട് അന്നദാനം. അന്ന് നാട്ടുകാരെല്ലാരും ഒത്തൊരുമയോട് നിന്നാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്ന ഉത്സവ പരിപാടികളെല്ലാം. അത് ശരി. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഈഗോ വരുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടില് വിമല് കുറെ ഗുണ്ടകളെയും കൊണ്ട് ഈ ഞങ്ങളെ വീട്ടിന്റെ ഫ്രണ്ടില് വന്നു നിന്ന് മദ്യം കഴിച്ചും കൊണ്ട് ഞങ്ങളെ
ആക്ഷേപിക്കുകയും അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഇവിടെ വരുന്ന ജനങ്ങള് വരുന്നത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതെ അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അതാണ്. ഓ, അതിനെ സംബന്ധിച്ച് അപ്പൊ കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ ഒരു കേസ് നമ്മളെ ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ കേസ് സംബന്ധിച്ച് ഞങ്ങളെ ഇപ്പം ഈ മാസം കഴിഞ്ഞ മാസം 31-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് 5-ാം തീയതി ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ കയറി എന്നെ ആക്രമിക്കുകയും ഈ ജനുവരി 5-ാം തീയതി ജനുവരി 5-ാം തീയതി അത് ആരൊക്കെയാണ് വന്നതെന്ന്? രാഘവനുണ്ണി എന്ന് പറയുന്ന കല്ലമ്പലത്തുള്ള ഒരു ആട്ടോക്കാരനാണ്. ആ ആട്ടോക്കാരൻ ഇവിടെ വന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അവർ രണ്ടുപേരുണ്ട്. ഒരാളെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. വന്ന് ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാനായിട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല. അന്ന് നിങ്ങളെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇല്ലായിരുന്നല്ലേ? ചെരുപ്പ് ഇട്ടു അകത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും കയറാമെന്നാണ് ഈ രാഘവൻ ഉണ്ണി പറയുന്നത്. എനിക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട്. എനിക്ക് ഇത് ക്ഷേത്രമാണോ, കൊടുങ്ങല്ലൊരു അമ്മ ഇരിക്കുന്നതാണോ, ഇവിടെ എന്ത് ഇരിക്കുന്നത്, ഇത് ആത്രയാണെന്നാ, ഇത് ക്ഷേത്രമാണോ? ഏത് ക്ഷേത്രത്തിലും ചെരുപ്പിട്ട് കയറാനുള്ള പെർമിഷൻ ഉണ്ട്, പുള്ളിക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. ഓ ശരി. അപ്പൊ അതിനുശേഷം ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തടഞ്ഞു. അപ്പൊ അവിടെ വെച്ചിരുന്ന വിളക്കും മറ്റുള്ള സാധനങ്ങളും തട്ടിക്കളയുകയും അടിച്ചു നശിപ്പിച്ചോ? ബോർഡ് വലിച്ചു കളയുകയും ചെയ്തു. ബോർഡ് വലിച്ച് അടിച്ചു കളഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഉപദ്രവിച്ചോ? ഇടിച്ച് തള്ളിയിട്ടോ? തള്ളിയിട്ട് ഞാൻ ഇവിടെ വല്യൂന്നി ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് എനിക്ക് വേണമെന്നുള്ള ചികിത്സ ചെയ്ത് അതിന്റെ എക്സ്റേയും കാര്യങ്ങളും എടുത്ത് ഒരു സർജൻ ഡോക്ടറെ കാണാൻ പറഞ്ഞ് ഈ രേഖകളെല്ലാം വെച്ച് നിങ്ങൾ പരാതി കൊടുത്തോ? എവിടെയാണ് പരാതി കൊടുത്തേക്കുന്നത്? ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കല്ലമ്പലം തൊട്ട് വർക്കല കൊടുത്ത് തിരുവനന്തപുരത്ത് കല്ലമ്പല SHOക്ക് പരാതി കൊടുത്തു, വർക്കല DVSPക്കും പരാതി കൊടുത്തു അല്ലേ? ഓ അതിനുശേഷം പിന്നെ നിങ്ങൾ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തു. അപ്പൊ അത് കൊടുത്തെന്ന് പറയാൻ ഇതിനു മുമ്പേ പരാതി കിടക്കുകയാണല്ലോ. ഈ പരാതിക്ക് 2024 ഡിസംബർ 31 വിളിച്ചതിന് ശേഷമാണ് വിമൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു സ്പർദ്ധ ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പഞ്ചായത്ത് കമ്മിറ്റി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ ബാക്കിയുള്ള അംഗങ്ങൾ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? പക്ഷെ അവര് വരുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവര് വരുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേ മീഡിയ ആയിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കിളിമാനൂർ പഞ്ചായത്തിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ പഞ്ചായത്തിൽ എന്റെ പ്രസിഡന്റുമാര് പോകുന്നത് ഈ രീതിയിലല്ല. അവരോടൊപ്പം ഈ രാഘവനുണ്ണി എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടെ കൂട്ടി നിർത്തിയാണ് കൊണ്ടുവന്നിട്ട് ഈ ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയ ആളും കൂടെ കൊണ്ടുവന്നത്. ആ വ്യക്തി കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന ഈ രീതിയിലാണ് ഇനി സമാധാന ചർച്ചയാണ് 13-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടെ വന്ന ആള് പിന്നെ എങ്ങനെ നമ്മളെ കുറിച്ച് പിന്നെ ഈ വീഡിയോ അവർ ചെയ്യുന്നു. അന്നത്തെ ദിവസം വീണ്ടും ഈ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്തതിന് ശേഷം അത് വീണ്ടും നിങ്ങൾ അപമാനിക്കുന്ന രീതിയിലാണോ വീണ്ടും വീഡിയോ ഇട്ടത്? ഈ രാഘവൻ എന്ന് പറയുന്ന കക്ഷി അല്ലേ? അത് പിന്നെ എങ്ങനെ സമാധാന ചർച്ച? ഈ രാഘവൻ ഉണ്ണിയായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധം? വിമലിന്റെ വീട്ടില് ഈ രാഘവൻ ഉണ്ണിയും വിമലിന്റെ കൂടെ മദ്യത്തിൽ കഴിക്കാനായിട്ട് ഇവിടെ വരുമായിരുന്നു. ഈ വീട്ടിൽ വരും. അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എതിർപ്പ് അവർക്ക് തടസ്സമാണെന്ന് വിമൽ എന്ന് പറയുന്ന വ്യക്തി ഒരു മോഷണ കേസിൽ പ്രതിയാണ്. ഒരു എണ്ണല്ല. ഇതിനു മുമ്പേ ഞങ്ങളെ വീട്ടിന്റെ ഒരു 500 മീറ്ററിന് മുകളിൽ ഒരു പാണർ സമുദായം എന്ന് പറയുന്ന ഒരു കുടിയുണ്ടായിരുന്നു. അവരെയും വീട് കയറിയും അല്ലാതെ ആക്രമിക്കുകയാണ് ഇവനും ഇവന്റെ മാവന്മാരെ ജോലി. ഇന്ന് ആ ഒരു തുടർന്ന് വരുന്ന എല്ലാ പാവങ്ങളെയും ഇതേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. എന്ന് പറഞ്ഞാൽ അവർക്ക് പണമുണ്ട്. ആ ഒരു ഇതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് നേരായ രീതിയിലുള്ള ഒരു പണമല്ല. അതായത് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഇപ്പൊ അവര് പറയുന്നത് ഇവിടെ കുരുതി കൊടുക്കുന്നുണ്ട്, അതുപോലെ പിന്നെ കോഴിയെ വെട്ടുന്നുണ്ട്, പിന്നെ മറ്റ് ചില ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയാണ്? അവരങ്ങനെ അല്ല ഉന്നയിക്കുന്നുവെങ്കിൽ അത് അവരെ തെളിവ് നമ്മളെ കാണിക്കണം. ഇപ്പം ഒരാൾക്ക് അടുത്തുള്ളവർക്കും മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ ഇട്ട ചാനലിൽ അവരൊന്നും അതൊന്നും ഒരിട്ട് ജനങ്ങളെ ഒന്ന് കാണിച്ചേ കൊള്ളായിരുന്നു. അവര് പിന്നെ വീണ്ടും ആൾക്കാർ വരുമോ സാറേ? വരുമോ? അങ്ങനെ ഒരു പിന്നെ ഈ കോഴി വെട്ടക്കോ അല്ലെങ്കിൽ കാളയെ വെട്ടക്കോ പോത്തിന്റെ വെട്ടക്കോ അങ്ങനെ എന്തുണ്ടെങ്കിലും വേറെ സ്പെഷ്യൽ ആൾക്കാർ വീണ്ടും വരുമോ? അവര് വീണ്ടും വെളിയിലിറങ്ങി പരാതി ഉണ്ടാക്കുകയല്ലേ ഉള്ളു. അങ്ങനെയല്ലേ ഭക്തജനങ്ങൾക്ക് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. ഈ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഈ പരിസരത്തുള്ള മറ്റ് ജനങ്ങളെല്ലാം നിങ്ങളോടൊപ്പം സഹകരണമാണ്. എല്ലാവരും നല്ല സഹകരണമാണ്. അവരിവിടെ വരുന്നവരേ ഉള്ളു. അപ്പൊ കൊച്ചുകൊടുങ്ങല്ലൂർ അമ്മ ദേവിയുടെ
ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്രത്തിൽ മറ്റു മേഖലയിലുള്ളവർക്ക് ആർക്കും ഒരു വിഷയമില്ല. ഈ 4 പേർക്ക് മാത്രമാണ് വിഷയം. 4 പേർക്ക് മാത്രമേ ഉള്ളൂ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഈ മറ്റു ഭക്തജനങ്ങൾ ഇവിടെ അവരുടെ സങ്കടങ്ങളായിട്ട് വരുന്നത്. വന്ന് അവർ സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അതിനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഇവിടെ യാതൊരു കാര്യവും ഇവിടെ ചെയ്യാറില്ല. അതായത് നമ്മളൊരു ജ്യോതിഷ പണ്ഡിതൻ പോലും ജ്യോതിഷം അതനുസരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് തൃപ്തിയായി പോകുന്നു എന്നാണ് പറയുന്നത്. അവർ സന്തോഷമായിട്ട് പോകുന്നു, കരഞ്ഞുകൊണ്ട് വരുന്നവര് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് ഇവിടെ സംഭവം നടക്കുന്നത്. അതിന് അസൂയപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം വിശ്വാസികളല്ലേ? അവരും വിശ്വാസികളാണ്. ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കരഞ്ഞു വിളിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിലും അവരെ ഫോൺ വിളിച്ച് ഈ സുധ എന്ന് പറയുന്ന വ്യക്തിനെ വിളിച്ചപ്പോഴത്തേക്ക് ആ സുധ വണ്ടി എടുത്ത് പോയി ആ കൊച്ചിനെ രക്ഷിച്ച് അവരെ പ്രതിക്രിയ ചെയ്ത് നല്ല രീതിയിലാക്കി എന്നാണ്. നമ്മള് 3 വർഷക്കാലം ഇവിടെ ലക്ഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷക്കാലമായി. ആ 3 വർഷക്കാലം കൊണ്ട് അമ്മയുടെ പേരെന്താ? എന്റെ പേര് വത്സര, കിളിമാനൂര്. എല്ലാം ഒരു കൂടെ പറഞ്ഞ സഹോദരി കണക്ക് ഞങ്ങൾ ഇവിടെ വന്ന് സഹകരിച്ചു. ഇവിടത്തെ അന്നദാനത്തിനൊക്കെ ഞങ്ങളാണ് പാചകങ്ങൾ ചെയ്തത്. സർവ്വത്തര ജനങ്ങൾ ഇവിടെ ആഹാരങ്ങൾ കഴിക്കാനും എല്ലാം വന്ന്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ ഞാൻ മരിച്ച് വീണ ജടം പോലെ ഞാൻ ഈ അമ്മേനെ മുന്നിൽ കൊണ്ടുവന്നു. എൻ്റെ അനിയത്തി എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവളെ ഞങ്ങളെ ഇന്ന് നിലനിർത്തി ആ ഒരു രീതിയിൽ ഇന്ന് വരെ കൊടുങ്ങല്ലൂർ അമ്മേനെ നമ്മൾ സാക്ഷി നിർത്തി ഇന്ന് വരെ നമുക്ക് അവരെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കയറി വരുന്നു. ഇതെല്ലാം പച്ച കള്ളമണി ഈ പാവപ്പെട്ട കൊച്ചു പെണ്ണിനെ ഇതേപോലെ ആക്ഷേപിച്ചതിനും അതിന് ഒരു നടപടി ഈ ജനങ്ങൾ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ സങ്കടമാണ്. നിങ്ങൾ ഈ കാണുന്നില്ലേ, വളരെ സങ്കടത്തോടെയാണ് ഈ അമ്മ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം അത്രയും നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്രത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റും പ്രദർശിപ്പിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാണുന്നവർ മനസ്സിലാക്കുക. എന്നിട്ട് തന്നെ ഈ ആരോപണം ഉണ്ടാക്കുന്നവർ പറയുന്നത് ഇവിടെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ദുർമന്ത്രവാദം ചെയ്യുന്നത്. ആ പൈസ സമ്പാദിക്കുന്നവരുടെ വീടായത്. ഈ വീട് 4 സൈഡിൽ 4 തൂണ് വെച്ച് ഒളിഞ്ഞു വീഴാറായ ഓടിട്ട ഒരു കെട്ടിടമാണ്. അതിന്റെ ഇറക്ക് ചെയ്യുന്നതായി ഷീറ്റാണ്. അതിന്റെ പുറകിലൊക്കെ ഓടൊക്കെ പൊട്ടിയിരിക്കുക. അപ്പൊ പൊളിഞ്ഞു വീഴാറായ ഈ വീടാണ്. പണം സമ്പാദിക്കുന്ന ഞങ്ങള് ഈ വേണ്ട ഈ തമ്പുരാനടയിലും നമ്മുടെ ഘോഷയാത്രയാണ് 7ാമത് കിടക്കുന്നുണ്ട. അണ്ട കോടാലിക്കൊന്ന് കൊച്ചുകൊടുങ്ങല്ലൂർ അമ്മ ക്ഷേത്രത്തില് ഘോഷയാത്ര പോകുന്നതാണ് മുള്ളറാംകോട്ട് തമ്പുരാനടയിലേക്ക്. ഞങ്ങൾക്ക് അങ്ങനെ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ തമ്പുരാനെ നമ്മൾ കളയുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് നമ്മളെ മനസ്സിൽ ഇതാ ആരാധിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഉത്സവവും അന്നദാനവും മറ്റു താലപ്പൊലിയും എല്ലാം നടത്തി വരുന്ന ഈ കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഈ 9ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, നാട്ടുകാർ വെറും 4 പേരാണ് അവർക്ക് എതിർപ്പായിട്ട് നിൽക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ. കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ ചൈതന്യം അവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ അമ്മ പറയാൻ? ഇവിടെ ഈ വീട് വെച്ച് ഒരു 8 വർഷമായി. 8 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ അന്ന് തൊട്ടേ ഇവിടെ വരെയാണ്. എന്തിനാണ് എൻ്റെ ഒരു കൊച്ചിക്ക് ഇതുവണ്ണം വയ്യാതായി അതിനെ കാലും കയ്യും കെട്ടിയിട്ടുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നത്. മരണാവസ്ഥയിലായിരുന്നു. ഈ ഒരു കൊച്ചിക്ക് വന്നാണ് അതിനെ ആ കെട്ടോട് കൂടിയാണ് ഈ ഇവിടെ കൊണ്ടുവന്ന് അതിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു കുട്ടീനെ ഇങ്ങനെ ആശയം പറയാൻ കൊള്ളാമോ? ഈ അവർ 4 പേര് ആശയം പറയാൻ കൊള്ളാമോ? ഈ കുട്ടി ഇന്നില്ലായിരുന്നെങ്കിൽ കീഴ്ജാതി ആയതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇതാക്കുന്നത്. ഇവിടെ നിന്നും അല്ല സാധനം ആളുകൾ വരുന്നത്. അങ്ങ് തൃശ്ശൂരിന്ന് പിന്നെ നാവായിക്കുളത്തുനിന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്നേക്കാൾ വരുന്നുണ്ട്. എറണാകുളം, പത്തനംതിട്ട എല്ലാ ജില്ലകളിൽ നിന്നും വിശ്വാസികളായ ജനങ്ങൾ എത്തിച്ചേരുന്ന ഈ ഒരു ചെറിയ അല്ല അതിന്റെ ക്ഷേത്രമാണ്. എല്ലാ ജില്ലയിൽ നിന്നുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ സംശയമുള്ളവർക്ക് താണ്ട് ഇവിടെ 41 വിളക്ക് നടത്തുന്ന പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഈ മയക്കിൽ അന്ന് വിളക്ക് ഇവിടെ അതിന്റെ പേര് വിവരങ്ങൾ അവിടെ ഉണ്ട്. അത് വിളക്ക് നടത്തിയവർ അന്നന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ചുറ്റും കിടക്കുന്ന ജനങ്ങൾക്ക് അറിയാലോ ഒരു വീട്ടിലുള്ളതും മറ്റുള്ളതും ആണെന്ന് അപ്പോഴറിയാൻ പറ്റും. അതിന്റെ തെളിവ് ഞങ്ങളുണ്ട്. ഈ ശബരിമലയോട് സംബന്ധിച്ച് 41 വിളക്ക് നടത്തി വന്നിരുന്നു. അത് ഈ മകരവിളക്ക് വേറെ ഈ അയ്യപ്പന് ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഉള്ള സൗകര്യം വരെ അവരില്ലാതാക്കി. അയ്യപ്പന്റെ വിളക്ക് കത്തിക്കുന്നില്ല, ക്ഷേത്രം വരെ നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്.
എന്താ ക്ഷേത്രം അടച്ചിട്ടേക്കണ കാര്യം? അവര് പൊളിച്ച് അവര് വന്ന് കല്ലെറിയാൻ തയ്യാറായി ഓ, നിൽക്കുന്ന ക്ഷേത്രത്തിലെ ആക്രമണം നടത്തിയത് നടപടി ആ, ഉണ്ടാകും. അത് തന്നെ അവര് കല്ലെറിയാനുള്ള ഇതില് ക്ഷേത്രം പൊളിക്കുക. കൊച്ചുകുടുങ്ങുള്ള അമ്മ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അതൊക്കെ കാടിവെള്ളം ആ ഓവി വെച്ച് ഓവി കൂടെ വിടണത്. വേസ്റ്റ് വെള്ളം ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഒഴുക്കി വിടുന്നത്. ഈ ക്ഷേത്രത്തെ അമ്പലന്റെ മുമ്പിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ സാറേ? ഇതൊക്കെ ചോദിച്ചതിന്റെ പേരിലാണ് ഇതൊക്കെ ചോദിച്ചതിന്റെ പേരിലാണ് ഈ അമ്പലം പൊളിക്കണമെന്ന്. എന്നിട്ട് എന്നെ ഇപ്പം പറയുന്നത് എന്റെ കുട്ടി എന്റെ നാത്തുവിന്റെ അതെ, ആര് ചെയ്തിരുന്നാലും കർമ്മം ചെയ്യുക, കർമ്മഫലം ഈശ്വരൻ നൽകും എന്നാണ്. ഈശ്വരൻ കൊടുക്കും. അതുകൊണ്ട് ആരോടും വിഷയത്തിലോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾ പോകരുത്. എന്റെ പേര് ശശി എന്നാണ്. എവിടെയാ? കിളിമാനൂരാണ്. കിളിമാനൂരാണ്. ഞാൻ ഈ അമ്പലത്തിലെ ഉത്സവം സംബന്ധിച്ച് അന്നദാനത്തിന്റെ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് കൈകാര്യം ചെയ്തു. ഈ പൊന്നമ്മച്ചിജി അന്നദാനം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കൂടിയാണ് ഇവിടെ വന്ന് പാചകം ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടു. എൻ്റെ കുട്ടികൾക്ക് ഒരിക്കൽ പറ്റില്ലാത്ത ഒരു അവസ്ഥകൾ വന്ന സമയത്തിന് ഈ പൊന്നമ്മച്ചിയുടെ മുമ്പ് വന്നു. അവരാണ് ഞങ്ങൾ കുട്ടികളെ ഭേദമാക്കി തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഉത്സവത്തിനും 41 വിളക്കിനും എല്ലാ കാര്യത്തിനും നമ്മളിവിടെ പങ്കെടുക്കാറുണ്ട്. ആ പൊന്നമ്മച്ചിയുടെ മുമ്പ് ഇത് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ നാണം കെടുത്താൻ വേണ്ടി ഇവിടെ ഉള്ള 4 വീട്ടിലുള്ള ആൾക്കാർ ചേർന്ന് ഗുണ്ടകളെ കൊണ്ട് ആണ് ഈ ചെയ്യിപ്പിക്കുന്നത്. അതിന് നല്ല ഒരു നടപടി ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇത് നിങ്ങള് കൊടുങ്ങല്ലൂർ അമ്മയുടെ വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാറുണ്ട് തൊഴിലാൻ. കോമരം തുള്ളിയാണ് ഇവിടെ ഞങ്ങൾ കെട്ടി കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതാണ്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തനാണ്. ഇനിയും ഇവിടെ തന്നെ തുടരാനാണ് ഈ അമ്പലം നിലനിൽക്കുന്ന കാലം വരെ തീരുമാനം അതിന് ശേഷം ഞങ്ങൾ പോകുന്നുള്ളൂ. ഒന്നി അവർ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ അവർ ജീവിക്കാൻ അനുവദിക്കും. ഇത് രണ്ടിലൊന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇനി നമ്മളെ പോക്കും. പാവപ്പെട്ട ജനങ്ങളെ ഇതേപോലെ ദ്രോഹിക്കരുത്. അവർക്ക് പണം അതിക്രമം കാണിച്ചവർ ഇപ്പൊ പറയുന്നത് ഈ അമ്പലം പൊളിച്ച് ഇത് ഇവിടെ ചാണകവെള്ളം കുടഞ്ഞിട്ടേ ഞങ്ങൾ അടങ്ങും. ഒരു ക്ഷേത്രത്തെ ഹിന്ദുമത ആചാരപ്രകാരം നടത്തി വരുന്ന ഈ ക്ഷേത്രത്തെ പൊളിച്ച് ചാണകവെള്ളം കുടഞ്ഞ് ഞങ്ങൾ അടങ്ങും എന്ന് അവർ പറയുന്നത് എന്നാണ് ഈ പറഞ്ഞ 4 പേര് പറയുന്നത്. 4 പേരല്ല, ഈ വീഡിയോക്കാരെ. ഓ, ഇവിടെ ആക്രമണം നടത്തിയ വ്യക്തി പറയുന്നത് അങ്ങനെയാണല്ലേ? അത് ശരി. അപ്പൊ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ അനധികൃത നിർമ്മാണം അറിയിപ്പ് എന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് വന്നിരുന്നു. അത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ മുമ്പാകെ വെട്ടിമൻകോണം ലക്ഷം വീട് കോളനി നിവാസികൾ സമർപ്പിച്ച പരാതിയിന്മേലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നോട്ടീസ് വന്നത് എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത്. അതായത് 14/5/2024 22/9/2024 തീയതികളിലെ ഇതേ നമ്പർ കത്തുകൾ എന്നാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഇവിടെയുള്ള നാട്ടുകാർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ ക്ഷേത്രം കൊണ്ട് മറ്റു വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുത്തു എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് തന്ന നോട്ടീസിൽ പറയുന്നത്. ആ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയല്ലേ? അപ്പോൾ നിങ്ങളത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നോട്ടീസും പ്രകാരം നിങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ അന്വേഷിച്ചോ? അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു കെട്ടിച്ചമച്ച കഥയാണ്. അവർ പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങളെ പഞ്ചായത്തിൽ തന്നെയാണ് ഇത് ചെയ്തതിലേക്കണം. അല്ല, ഇവിടെ ഇതിന്റെ ഒരു പേപ്പർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഇല്ല, എന്നാൽ കളക്ടറുടെ അടുത്ത് വന്നെങ്കിൽ കളക്ടർ ഏതെങ്കിലും ഒരു മേശ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ കാണും. ഈ നമ്പരൊന്നും ഇല്ല, ഇത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിന്റെ അവരാണ്. അത് ഈ വെട്ടിമാൻ കോളനി നിവാസികളെന്ന് പറയുന്നതേ അവിടെ ആകെ 4 വീടേ ഉള്ളൂ. പിന്നെ ആ നിവാസികളാവണ എങ്ങനെ? അവിടെ അവരാരും ഒപ്പിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വെട്ടിയങ്കോണത്ത് ആ കോളനി നിവാസികൾ എന്ന് പറയുന്നത് അവരെ ഇവിടെ കള്ളക്കേസുകളിൽ കുത്തിയൊക്കെയാണ് ഇവര് ഈ വ്യക്തികൾ. അപ്പോ ഈ പറയുന്നത് വ്യാജമായിട്ടുള്ള ഒരു കത്താണ് നിങ്ങൾക്ക് വന്നത്. അത് ജില്ലാ കളക്ടറുടെ ഒരു പരാതിയോ ജില്ലാ കളക്ടർക്ക് നൽകിയ അങ്ങനെ ഒരു പരാതി ഇവിടെ പോയിട്ടില്ല. അത് അവര് പരാതി ഉണ്ടെന്ന് മറ്റു ചില ആൾക്കാർ സ്ഥാപിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് നിന്ന് ഒരു ലെറ്ററാണ് ഈ ക്ഷേത്രം പൊളിച്ച് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കമാണോ അത്? ആണ്. അപ്പോ ഇത് നിങ്ങൾ കാണുവാൻ വേണ്ടിയാണ് കളക്ടർ പേപ്പർ എന്ന് പറഞ്ഞാണ് അവര് നമ്മളെ അവിടെ വിളിക്കുന്നത്. കളക്ടർ ഓഫീസിൽ നിന്ന് വന്ന്